മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഓൾറെഡി പറഞ്ഞു, കഴിഞ്ഞ 2-3 വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ബുൾ മാർക്കറ്റ് സ്റ്റാർട്ടിംഗ് ആണ്. അത് കേട്ട് ഒരുപാട് നെഗറ്റീവ് കമൻസും കണ്ടിരുന്നു. ആക്ച്വലി ഒരു ബുൾ മാർക്കറ്റ് തുടങ്ങുന്ന സമയത്തായിരുന്നു ഈ ഒരു ബാർ സിറ്റുവേഷൻ വന്നതും മാർക്കറ്റ് അടിച്ചതും. ബുൾ മാർക്കറ്റ് തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ, ഫാക്ടേഴ്സ് ഒത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ബാങ്കിങ് സ്റ്റോക്സ് കയറുന്നത്. ബാങ്കിങ് സ്റ്റോക്സ് കയറി വരുന്ന സമയത്തായിരുന്നു ഈ ഒരു എൻ്റെ അടി വന്നത്. അതായത് ബാങ്കിങ് സ്റ്റോക്സ് കയറുന്ന സമയത്ത് തന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ അതിന് കമ്മോഡിറ്റി സ്റ്റോക്സ് ഒക്കെ വളരെ സ്ട്രോങ് ആവും. പിന്നീട് നല്ലൊരു ന്യൂസ് വന്നാൽ അപ്പോൾ തന്നെ സ്റ്റോക്സ് അതിനോട് റിയാക്ട് ചെയ്യും. ഒരു 5-6% അപ്സൈഡ് കൊടുക്കും. അത് സസ്റ്റെയിൻ ചെയ്ത് തിരിച്ചു കയറും. അതാണ് ബുൾ മാർക്കറ്റിൻ്റെ പ്രത്യേകത. ബെയർ മാർക്കറ്റ് ആണെങ്കിൽ നല്ലൊരു സൂപ്പർ ഒരു അനൗൺസ്മെന്റ് വന്നാൽ വരെ അതൊരു 2% എക്സ്ട്രാ കയറിയിട്ട് പിറ്റേ ദിവസം അതേമാതിരി ഇറങ്ങി നിൽക്കും. പ്രത്യേക അടി ഉണ്ടാവില്ല മതി. പക്ഷേ ബുൾ മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റ് വരുന്നത്. ബെയർ മാർക്കറ്റിലാണെങ്കിൽ നെഗറ്റീവ്, വളരെ വളരെ നെഗറ്റീവ് ബെയർ മാർക്കറ്റിലാണെങ്കിൽ എത്ര ന്യൂസ് വന്നാലും സ്റ്റോക്ക് കയറില്ല. 1% കാണിച്ച് 2% സ്റ്റോക്ക് ഇറങ്ങും. ഇതൊരു പൊതുവേ ഉള്ളൊരു നിങ്ങൾ നോക്കി കാണാൻ പറ്റാവുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഇപ്പം നല്ല ന്യൂസ് കൊടുക്കുന്നതൊക്കെ റിയൽ ടൈമിനെ പറ്റി ന്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. ഈ ബിയർ മാർക്കറ്റ് അതൊന്നും കയറിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒന്നിച്ചതോട് കയറി. അതാണ് ഇനി വരാൻ പോകുന്നത്. നല്ല ന്യൂസും നല്ല സെക്ടേഴ്സും നല്ല കമ്പനീസും, ആ സെക്ടറിൽ നല്ല കമ്പനീസിനും നല്ലൊരു ബുൾ മാർക്കറ്റ് പ്രതീക്ഷിക്കാം. ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കണമെങ്കിൽ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ തുടങ്ങാം. നിങ്ങളെ പോർട്ട്ഫോളിയോ മാനേജേഴ്സിനെ ഏൽപ്പിക്കാം. ഇനിയും വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഓൾറെഡി 40%, 50%, 60% ഇറങ്ങിയ സ്റ്റോക്കാണ്. ഈ ലെവൽ വാങ്ങൂല. ഇത് 10% കയറി കഴിയുമ്പോൾ വാങ്ങാൻ തോന്നില്ല. കാരണം 10% ബാക്ക്, അതായത് 100 രൂപയൊക്കെ കണ്ട സ്റ്റോക്ക് 110 പിന്നെ കാണുമ്പോൾ 100 രൂപ കണ്ടിരുന്നല്ലോ, നീ എന്തിനാ വാങ്ങുന്നത്, കുറച്ചും കൂടെ ഇറങ്ങിയിട്ട് വാങ്ങാൻ വിചാരിക്കും. സ്വാഭാവികമായും വരുന്നൊരു കൺഫ്യൂഷൻസ് ആണിത്. സംഭവിക്കുന്ന കാര്യങ്ങളാണ്. 180 രൂപേൻ്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ 200 രൂപേൻ്റെ സ്റ്റോക്ക് അടിച്ച് 120 എത്തിയാൽ, 200 രൂപേൻ്റെ സ്റ്റോക്ക് അടിച്ച് 220 രൂപ എത്തിയാൽ 80% ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ നമ്മൾ നോക്കി നിൽക്കും. ഇനിയും ഇറങ്ങും പ്രതീക്ഷിക്കും. ഗ്രാജുവലി മാർക്കറ്റ് കണ്ടീഷൻസ് മാറി ബുൾ മാർക്കറ്റ് കിടക്കുമ്പോൾ 120 സാധനം കയറി 135 എത്തിയാൽ നമ്മൾ വാങ്ങൂല. കാരണം 120 കണ്ട സ്റ്റോക്കല്ലേ, 80% ഡിസ്കൗണ്ട് കണ്ട സ്റ്റോക്കാണ്. ഇനി ഞാൻ എന്തിനാ ഇപ്പം വാങ്ങുന്നത് വിചാരിക്കും. അത് നോക്കി നിൽക്കും. പിന്നെ 140, 150 വളരെ ഫാസ്റ്റ്, നല്ല സൂപ്പർ ബുൾ മാർക്കറ്റ് വളരെ ഫാസ്റ്റ് തിരിച്ച് കയറി 100-200 പോകും. നിങ്ങൾ സപ്പോസ് പല ആൾക്കാരും കുടുങ്ങി കിടക്കുന്നുണ്ട്, പല സ്റ്റോക്കിലും കുടുങ്ങി കിടക്കുന്നുണ്ട്, എല്ലാവരും കുടുങ്ങി കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ആവറേജ് ചെയ്യാൻ പറ്റിയ സമയമാണിത്. ഇനിയും കാത്തു നിൽക്കുകയാണെങ്കിൽ അത് വിട്ടുപോകും. ശക്തി പമ്പ്സ് ഒക്കെ 485 വന്നിരുന്നു, പിന്നെ 520 വന്ന്, പിന്നെ 500 വന്ന്, ഇപ്പോൾ അത് വീണ്ടും 560, 570. ഇപ്പോൾ അത് കയറി പോണത് നമ്മൾ അറിയില്ല. മെല്ലെ 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 സ്റ്റോക്ക് കയറി അങ്ങോട്ട് പോകും. പ്രീമിയം എനർജീസ് സ്റ്റോക്ക് 1057 രൂപയൊക്കെ ഞാൻ പറഞ്ഞതാണ്. 1050, 1000 രൂപ 980 റുപ്പീസിലൊക്കെ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ്. അത് എന്താ റീസൺ ഇല്ല, വിത്തൗട്ട് റീസൺ അത് കറക്റ്റ് ചെയ്ത് 700 താഴെ വന്ന് 650 ലെവലിൽ വന്ന് 1056 റുപ്യക്ക് ചേഞ്ച് ഓഫ് ഹാൻഡ്സ് നടന്ന സ്റ്റോക്കാണ് പ്രീമിയം എനർജീസ്. വലിയ വലിയ ഫണ്ട്സ് അത് സ്റ്റേക്ക് എടുത്തിട്ടുണ്ട് 1056 രൂപയ്ക്ക്. അവർക്കും വിഷയമില്ല. അവരിപ്പോൾ 700 വന്നാലും 600 അവരത് ആവറേജ് ചെയ്യുള്ളൂ. അതേ സമയത്ത് 1050 1000 എൻ്റർ ചെയ്ത എല്ലാ റീറ്റെയിലേഴ്സും അത് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഷെയർഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ റീറ്റെയിലേഴ്സിന് കയ്യിലുള്ള സ്റ്റോക്കൊക്കെ പോയിട്ടുണ്ടാവും. ഇതാണ് പൊതുവെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ. നല്ല സ്റ്റോക്ക് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഓരോ സ്റ്റേജിലും ഡൗൺ സൈഡിലും വാങ്ങാം, എക്യുപ്മെൻറ്റ് ചെയ്യാനുണ്ട്. വേറെ ഒന്നും റീറ്റെയിൽസ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഫാക്റ്റ്. പിന്നീട് ചെയ്യാൻ മറ്റൊരു കാര്യം ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു 10 ലക്ഷം ഉണ്ടെങ്കിൽ 6-7 സ്റ്റോക്കിങ് വാങ്ങി വെക്കാം. എല്ലാ സ്റ്റോക്കും കയറി പോകണമെന്നില്ല. ചില സ്റ്റോക്ക് ഫെയിലർ ആവും. ഈ 2-3 സ്റ്റോക്കിന് നമ്മൾ ഫുൾ പൈസ പോയാൽ വരെ ബാക്കിയുള്ള 7 സ്റ്റോക്കിന് അത് ഫുള്ള് റിക്കവർ ചെയ്തിട്ട് നമുക്ക് 50-60% ലാഭം ഉണ്ടാകാൻ സാധിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഒരു സ്റ്റോക്ക് ഞാൻ വേറെ സംഭവം പറഞ്ഞത്, ഈ 2026-27 ഫിനാൻഷ്യൽ ഇയറിൽ കത്തിക്കയറാൻ പോകുന്ന സെക്ടറാണ് റിന്യൂവബിൾ എനർജി സെക്ടർ. ബാങ്ക്സ് ആയിരിക്കും ബുൾ മാർക്കറ്റ് ലീഡ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അവിടുന്ന് കമ്മോഡിറ്റി സെക്ടറിലേക്ക് വന്ന് ലാസ്റ്റ് റിന്യൂവബിൾ എനർജി സെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇത് വളരെ മുന്നേറ്റമായി കാണിച്ചേക്കാൻ പറ്റും. കാരണം എൻറ്റയർ വേൾഡ് റിലൈസ് ചെയ്ത് ഇപ്പോൾ റിന്യൂവബിൾ എനർജി ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യം. യുദ്ധം വന്നപ്പോൾ ഡിപ്പെൻഡൻസി ക്രൂഡ് ഓയിലൊക്കെ ഡിപ്പെൻഡ് ചെയ്താൽ എത്രത്തോളം പ്രശ്നമാകും. പ്രത്യേകിച്ചും
ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ എക്സ്പ്ലോർ ചെയ്തെടുക്കാൻ പറ്റാത്ത രാജ്യങ്ങളെ സംബന്ധിച്ചോളം ക്രൂഡ് ഓയിൽ ഡിപ്പെൻസ് കുറച്ചേ പറ്റൂ. എൻറ്റയർ വേൾഡ് അഗൈൻസ്റ്റ് എന്നാലും ഇന്ത്യക്ക് മുന്നോട്ട് പോയേ സാധിക്കും. US അതിന് ആവശ്യമില്ല. അവരത് മറ്റേ പെട്രോളിയം ക്രൂഡ് ഓയിലൊക്കെ സ്റ്റോക്ക് വെച്ചിട്ട് ഓണർ ട്രംപിന് റിന്യൂവബിൾ എനർജിക്ക് മാറാൻ പറയാൻ കാരണം എത്ര പറഞ്ഞാലും ഇത് നടക്കാത്ത കാര്യമാണ്. റിന്യൂവബിൾ എനർജിയിലേക്ക് എൻറ്റയർ വേൾഡ് മാറിയേ പറ്റൂ. സോ എനർജി സെക്ടറിലായിരിക്കും ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എല്ലാ യുദ്ധം കഴിഞ്ഞാലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, നല്ല റിട്ടേൺ കിട്ടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പവർ മേഖലയിൽ ഒരു കമ്പനി ബുൾ മാർക്കറ്റ് നന്നായി കയറിപ്പോയി നല്ലോണം കർശനം വന്നൊരു സ്റ്റോക്ക് ഈ റിന്യൂവബിൾ എനർജിക്ക് ഫണ്ട് കൊടുക്കുന്ന, ഫിനാൻസ് ചെയ്യുന്ന ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കമ്പനി ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, IREDA, ഇരഡ എന്ന് പറയും. ഈ സ്റ്റോക്ക് ബുൾ മാർക്കറ്റിൽ 310 അതിൻ്റെ ഇയർ ഹൈ പോയ സ്റ്റോക്കാണ്. 310 ഇയർ ലൈഫ് ടൈം ഹൈ 310, ഇയർ ഹൈ 186 ആണ്, ഇയർ ലോ 108 ആണ്, പ്രസൻറ്റ് പ്രൈസ് 133 ആണ്. ഇത് ബ്രേക്ക് ഔട്ടിലും കൂടെ ആണ് കണ്ടത്. എനർജി സെക്ടറൊക്കെ കയറി, ഇനിയിപ്പോൾ പ്രീമിയറും വാരിയൊക്കെ കയറുന്നതോട് അതിന് കൂടെ തന്നെ അതിന് ഫണ്ട് കൊടുക്കുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻസ് ആണ്. സോ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു കമ്പനിയാണ്. 310 ലൈഫ് ടൈം പോയ കമ്പനിയാണ്. പ്രസൻറ്റ് പ്രൈസ് 133 ആണ്, ബ്രേക്ക് ഔട്ടിലാണ്. മാർക്കറ്റ് മെല്ലെ 2-3% കയറി പോകാൻ സാധ്യതയുണ്ട്. ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിന് ഒരു 150-160 ടാർഗറ്റിൽ ഹോൾഡ് ചെയ്യാം. 160 ലെവലെത്തി വീണ്ടും നമുക്ക് ഈ സ്റ്റോക്കിനെ വാല്യൂ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്ത് ഹോൾഡ് ചെയ്യണമെന്ന് നോക്കാം. പി റേഷ്യോ ഇൻഡസ്ട്രി പിൻ്റെ ഈക്വലാണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 18% റിട്ടേൺ ഇക്വിറ്റി കമ്പനിയാണ്. 105 ഇൻട്രൻസിക് വാല്യൂ ഉണ്ട്, 105 രൂപ ഇൻട്രൻസിക് വാല്യൂ ഉണ്ട്. സോ ഈ കമ്പനി ഈ റിന്യൂവബിൾ സർവീസസിനെ കമേഴ്ഷ്യലൈസ് ചെയ്യാൻ, പ്രൊമോട്ട് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കമ്പനിയാണ്. അതിനെ ഫിനാൻസ് ചെയ്യുന്ന കമ്പനിയാണ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു എനർജി എഫിഷ്യൻസി ആൻഡ് കൺസർവേഷൻ പ്രൊജക്ട്സ് നവരത്ന സ്റ്റാറ്റസിലുള്ള കമ്പനിയാണ്. 23 സ്റ്റേറ്റിൽ പ്രസൻസ് ഉള്ള കമ്പനിയാണ്. 2025 മെമ്പർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് SJVനും GMR ആയിട്ട് 900 മെഗാവാട്ട് ഹൈഡ്രോ പവറിന് സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്യൂച്ചർ ഒരുപാട് എണ്ണത്തിൽ ഇറഡി ആയിരിക്കും അതിനെ ഫിനാൻസ് ചെയ്യാൻ പോകുന്നത്. അത് സോളാർ എനർജി ആയിക്കോട്ടെ, വിൻഡ് എനർജി ആയിക്കോട്ടെ, ഇനി ഗ്രീൻ ഹൈഡ്രജൻ ആയിക്കോട്ടെ, ഇതിലൊക്കെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് കമ്പനിയാണ് ഇറിഡ. സോ അതിന് ഈ ഒരു സെക്ടർ കയറി പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഫിനാൻസ് ചെയ്യുന്ന സെക്ടറും കയറിപ്പോകും. ഇപ്പോൾ റെയിൽവേ സെക്ടറിൽ ഇപ്പോൾ ഫോക്കസ് അല്ല, റെയിൽവേ സെക്ടർ ഫോക്കസ് വരും. കാരണം എത്രയോ ഡെവലപ്പ് ചെയ്യാൻ പോകണേ ഉള്ളൂ, സ്റ്റാർട്ടിങ് ആണ്. സോ ആ ഒരു ലെവൽ എത്തുമ്പോൾ ഇനി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും റെയിൽവേ സെക്ടറെ പറ്റി ന്യൂസ് ഉണ്ടായിരുന്നു, 1600 crores ഇൻഫ്യൂഷൻ നടത്ത്. സോ ഇനിയും അങ്ങനെ ഫെർദർ ഇൻഫ്യൂഷൻസ് വരുമ്പോൾ എല്ലാ റെയിൽവേ സ്റ്റോക്സും കയറി പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി റെയിൽവേന് ഫിനാൻസിന് IRFC കയറിപ്പോകും. സോ ഇപ്പം ഫോക്കസ് സെക്ടർ പവർ ജനറേഷൻ, റിന്യൂവബിൾ എനർജി സെക്ടർ ആയതുകൊണ്ട് തന്നെ ആ സെക്ടർ കയറി പോകുമ്പോൾ ഇരട വാങ്ങാം. കാരണം ഇരട ഇപ്പം ഏകദേശം വാങ്ങുന്ന ലെവലാണുള്ളത്. ഇതിൽ ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ 133 ഒരു 125, 120 ലെവൽ പോയേക്കാം. പക്ഷേ 160, 170 എളുപ്പത്തിൽ പോകാൻ സാധ്യതയുണ്ട് ഇരടക്ക്. പിന്നെ ഷെയർ ക്യാപിറ്റൽ കൂടുതലാണ്, ഫിനാൻസ് കമ്പനിയാണല്ലോ, അതിനിട്ട് ഇക്വിറ്റി റേഷ്യോ നോക്കിയിട്ട് കാര്യമില്ല. 2687 കോടി ഷെയർ ക്യാപിറ്റൽ. റിസർവ് 7578 കോടി ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ 72% സ്റ്റേക്ക് ഉണ്ട്. FIS റീസെൻ്റ് 2.07 2.14 കൂട്ടിയിട്ടുണ്ട്. അതേഴ്സ് 1.36 1.41 കൂട്ടിയിട്ടുണ്ട്. DAS 2.51 2.45 കുറഞ്ഞു, 0.06 കുറഞ്ഞിട്ടുള്ള നെഗ്ലിജിബിൾ ആണ്. അതേസമയം പബ്ലിക് റിട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 22.31 ഉള്ളത് 22.25 ചെയ്താൽ 0.06 കുറഞ്ഞിട്ടുണ്ട്. നല്ല റിസൾട്ട് കൊടുത്തത്. ഡിസംബറിൽ 555 കോടി റിസൾട്ട്, കഴിഞ്ഞ ഡിസംബറിൽ 425 ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ സെപ്റ്റംബറിലും 544 ഉണ്ടായിട്ടുള്ളൂ. സോ ക്വാർട്ടറും ഇയർ ഓൺ ഇയർ ബേസിലും നല്ല റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. 10 രൂപ ഫേസ് വാല്യൂ ആണ്. ഈ ഒരു സെക്ടർ കയറി പോകുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പൊസിഷൻ എടുക്കാൻ പറ്റുന്ന കമ്പനിയാണ് ഇരഡ. 133 പ്രസന്റ് പ്രൈസ്. സോ ഇത് ബുൾ മാർക്കറ്റ് സ്റ്റാർട്ടിംഗ് ആണ്. ബുൾ മാർക്കറ്റ് സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് തന്നെ പല സ്റ്റോക്ക് നിങ്ങൾ ആവറേജ് ചെയ്യാനുണ്ടെങ്കിൽ ആവറേജ് ചെയ്യാൻ പറ്റിയ സമയമാണ്. പോർട്ട്ഫോളിയോ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ഒരു കറക്ഷൻ വേണ്ടി കാത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇനി മെല്ലെ നിങ്ങൾ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം ഇൻവെസ്റ്റ് ആദ്യം അങ്ങനെ ഒരു വിത്തിൻ നെക്സ്റ്റ് 3 മന്ത്സിനുള്ളിൽ നിങ്ങൾ പോർട്ട്ഫോളിയോ കംപ്ലീറ്റ് ആക്കാം. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് വേണ്ട ആൾക്കാർക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക.
പിന്നെ സ്വിംഗ് ബേസിൽ കുറച്ച് പൈസ മാറ്റിയേക്കാം. സ്വിംഗിൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ വീഡിയോയുടെ ഇടയിൽ ലിങ്ക് ത്രൂ ജോയിൻ ലിങ്കിൽ പോയിട്ട് എംറാൾ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. സോ ആസ് യൂഷ്വൽ ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തം പഠിച്ച് മനസ്സിലായിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എല്ലാ ഇതും ഇപ്പോൾ എനർജി എൻജിനീയേഴ്സിൻ്റെയും അതുപോലെ തന്നെ ശക്തി പമ്പ്സ് എല്ലാം നല്ല കയറി പോയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ലോങ് ടേമിലേക്ക് വേണ്ട സ്റ്റോക്സ് ആണ്. ഹോൾഡ് ചെയ്യുക. ശക്തി പമ്പ്സ് ഒക്കെ ഈ ലെവലിൽ വാങ്ങാം. അത് 1300 1200 പോകാൻ കപ്പാസിറ്റി ഉള്ള കമ്പനിയാണ് ശക്തി പമ്പ്സ് ഒക്കെ. ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. സോ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സും റിലേറ്റീവ്സും എൻ്റെ വീഡിയോസും അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ യുവർ പേഷ്യൻസ് ലിസണിങ്. താങ്ക് യു.